കുടുംബത്തിന്റെ ആണിക്കല്ലായ ഒരു കുടുംബം തുടങ്ങുന്ന ഭാര്യയും ഭർത്താവും അവരാരാവണം എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. നാളെ ഇൻഷാ അല്ലാഹ് കുടുംബത്തിലെ മക്കൾ, അതിനുശേഷം കുടുംബത്തിലെ മാതാപിതാക്കൾ. ഖുർആൻ ഇക്കാര്യത്തിൽ എന്തു പറയുന്നു നമുക്ക് സംസാരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കുടുംബം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? യാതൊരു നമ്മൾ പറയാറുണ്ട് കുടുംബം. എന്താ കുടുംബം എന്ന് പറഞ്ഞാൽ? എന്താ? കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നത്, അതാണ് കുടുംബം. എല്ലാവരും കൂടെ കൂടുമ്പോൾ ഒരു ഇമ്പം ഉണ്ടാവണം. ഭാര്യയും ഭർത്താവും മക്കളും മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെ ഒരു കൂട്ടുകുടുംബത്തിൽ കൂടുമ്പോൾ ഇമ്പമുണ്ടാകുമ്പോഴാണ് കുടുംബം ഉണ്ടാവുക. അള്ളാഹു കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബമായി അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ എല്ലാവരെയും അനുമതിയോടെ ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ ഭൂപടം എടുത്തു നോക്കിയാൽ അതിന്റെ വലതേ ഭാഗത്ത് ഏറ്റവും താഴെ ഒരു ചെറിയ സംസ്ഥാനം കാണാം. അതിന്റെ പേര് മണിപ്പൂർ എന്നാണ്. ആ മണിപ്പൂർ നിവാസികൾക്ക് അവരുടെ വിചാരങ്ങളിലും വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും അവരുടേതായ തനതായ ചില ആചാര രൂപങ്ങളുണ്ട്. മണിപ്പൂരുകാർ ആയ മണിപ്പൂർ നിവാസികൾ അവരുടെ നാട്ടിൽ ഒരു വിവാഹം തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഒരാണും ഒരു പെണ്ണും തമ്മിൽ വിവാഹ ജീവിതത്തിലൂടെ കുടുംബ ബന്ധം ചേർക്കാൻ അവരിൽ ഒരു വിവാഹം തീരുമാനിച്ചു കഴിഞ്ഞാൽ, ആ വിവാഹം നടത്തുന്നത് നല്ലതാണോ, ഹിതകരമാണോ അഹിതകരമാണോ എന്നറിയാൻ അവരൊരു പരീക്ഷണം നടത്തും. വധുവിന്റെ ഭാഗത്ത് നിന്നൊരു പ്രതിനിധിയും വരന്റെ ഭാഗത്ത് നിന്നൊരു പ്രതിനിധിയും അവർ രണ്ടുപേരും കൂടി വലിയ വിശാലമായ ഒരു ഗ്ലാസിൽ, ഒരു അക്വേറിയത്തിൽ, വലിയ ഗ്ലാസ് പേടകത്തിൽ വെള്ളം നിറച്ച് വധുവിന്റെ ഭാഗത്തുള്ള പ്രതിനിധിയും വരന്റെ ഭാഗത്തുള്ള പ്രതിനിധിയും രണ്ടു ഭാഗത്ത് നിന്ന് അവർ ഓരോ ഇണമത്സ്യങ്ങളെ ആ സ്ഫടികത്തിലെ ജലം നിറച്ച പാത്രത്തിലേക്ക് ഇടും. ആണിന്റെ ഭാഗത്തു നിന്നുള്ള ആൾ ഒരു ആൺമത്സ്യത്തെ വെള്ളത്തിലേക്ക് ഇടും. പെണ്ണിന്റെ ഭാഗത്ത് പ്രതിനിധീകരിക്കുന്ന ആൾ ഒരു പെൺമത്സ്യത്തെ വെള്ളത്തിലേക്ക് ഇടും. എന്നിട്ട് ആ കുടുംബക്കാരെല്ലാം നോക്കി നിൽക്കും. വെള്ളത്തിലോട്ട് വീണ ഇണകളായ ആൺമത്സ്യവും പെൺമത്സ്യവും ആ വെള്ളത്തിലൂടെ ഒരേ ദിശയിലേക്കാണ് മുമ്പോട്ട് നീന്തിപ്പോകുന്നതെങ്കിൽ ആ വിവാഹം നടത്താൻ കുഴപ്പമില്ല. കാരണം ആ ഭാര്യയും ഭർത്താവും ജീവിതത്തിൽ ഒരേപോലെ ഇങ്ങനെ നീന്തിപ്പോകുമെന്നാണ് അവരുടെ ഒരു വിശ്വാസമാണ്. ഇസ്ലാമിക ദർശനവുമായിട്ട് ഇതിനൊരു ബന്ധവുമില്ല. അതല്ല, ഈ രണ്ട് ഇണമത്സ്യങ്ങളെ വെള്ളത്തിലോട്ട് ഇടുമ്പോ രണ്ട് മത്സ്യങ്ങളും വിപരീത ദിശയിലേക്കാണ് നീന്തുന്നതെങ്കിൽ ആ വിവാഹം നടത്താൻ പാടില്ല. കാരണം അവർ വിവാഹം കഴിഞ്ഞാലും എപ്പോഴും ഇങ്ങനെ രണ്ട് സൈഡിലായിരിക്കും, രണ്ട് സൈഡിലേക്ക് നീന്തും എന്നാണ് മണിപ്പൂരികളുടെ വിശ്വാസം. യഥാർത്ഥത്തിൽ ഒരു കുടുംബമാകുന്നത് ഈ ഗ്ലാസ് പേടകത്തിൽ നിറച്ച ജലാശയത്തിലൂടെ ആൺമത്സ്യവും പെൺമത്സ്യവും ഒരേ ദിശയിലേക്ക് നീന്തുമ്പോഴാണ് കുടുംബമാകുന്നത് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. രണ്ടുപേരും രണ്ട് രീതിയിലേക്ക് നീന്തിയാൽ ഒരിടത്തും അവർ എത്തിച്ചേരുകയില്ല. അവർ ജീവിതത്തിന്റെ അവസാനം വരെ കണ്ടുമുട്ടുകയുമില്ല. രണ്ടും വ്യത്യസ്തമായ ധ്രുവങ്ങളിലായിരിക്കും. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, രണ്ടും ഒരേ ദിശയിലേക്ക് നീന്തണം. ഭാര്യയും ഭർത്താവും അവരുടെ വികാരങ്ങൾ, വിചാരങ്ങൾ, ചിന്തകൾ, ആഗ്രഹങ്ങൾ, ആശകൾ, അഭിലാഷങ്ങൾ എല്ലാം ഒരേപോലെ ഒരേ ദിശയിലേക്ക് പോകുമ്പോഴാണ് ആ കുടുംബം ഖുർആനിലെ കുടുംബമായി മാറുക. കാരണം എന്താ? ഇത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതാണ്. ഒരാൾ മാറി നിന്നാൽ, ഒരാൾ വിഘടിച്ചു നിന്നാൽ ആ കുടുംബമായി മാറില്ല. പ്രപഞ്ച സിട്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതാണ്ട് ഈ പ്രപഞ്ചത്തിൽ 6 കോടിയോളം വരുന്ന ജീവജാലങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട്. അല്ലാഹു ഈ പ്രപഞ്ചത്തിൽ 6 കോടിയിൽ പരം വരുന്ന ജീവജാലങ്ങളെ ഈ ഭൂലോകത്തിന്റെ മുകളിലും താഴെയുമായി അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ 6 കോടിയിൽ പരം വരുന്ന ജീവജാലങ്ങളിൽ ഏതാണ്ട് വെറും 8 ലക്ഷത്തോളം വരുന്ന ജീവജാലങ്ങളെ മാത്രമാണ് മനുഷ്യൻ ഇതേവരെ കാണുകയോ പരിചയിക്കുകയോ അതിനെക്കുറിച്ച് പഠിക്കുകയോ ചെയ്തിട്ടുള്ളത്. ബാക്കി ഏതാണ്ട് 5,92,00,000 വരുന്ന ജീവജാലങ്ങളെ മനുഷ്യൻ ഇതേവരെ കാണുകയോ പഠിക്കുകയോ പറയുകയോ പരിചയിക്കുകയോ അടുത്തറിയുകയോ ചെയ്തിട്ടില്ല എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. നാം കാണാത്ത ജീവികൾ എത്രയോ കാണുന്നു ഈ ഭൂലോകത്ത്. ആകെ മനുഷ്യൻ ഇതേവരെ കണ്ടിട്ടുള്ള ജീവജാലങ്ങൾ വെറും 8 ലക്ഷത്തോളം വരുന്ന ജീവജാലങ്ങളാണ്. മനുഷ്യൻ കാണാത്തതാണ് ഏറെ, കണ്ടതിനേക്കാളേറെ.
കണ്ടതിനേക്കാളേറെ നാം കാണാത്തതാണ് ഈ ഭൂലോകത്ത്. 5,82,00,000 വരുന്ന ജീവജാലങ്ങളെ മനുഷ്യന് ഇതേവരെ കണ്ടിട്ട് പോലുമില്ല. നാം അറിയാത്തതുണ്ടെങ്കിലും നാം അറിഞ്ഞതുണ്ടെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്ന ഭൂലോകത്തിൽ ഇതേവരെ കണ്ടുപിടിക്കപ്പെട്ട 6 കോടിയിൽ പരം വരുന്ന ജീവജാലങ്ങളെ മുഴുവനും അള്ളാഹു അവയെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് ഇണകളായിട്ടാണ്. ഒറ്റയ്ക്ക് അള്ളാഹു ആരെയും സൃഷ്ടിച്ചിട്ടില്ല. നമ്മൾ ആ ജീവജാലങ്ങളെ കാണട്ടെ കാണാതിരിക്കട്ടെ, ലോകത്ത് കാണുന്ന എല്ലാ ജീവജാലങ്ങളെയും ഭീമാകാരന്മാരായ തിമിംഗലമടക്കമുള്ള ഈ ഭൂമിയിലൂടെ ചാലിട്ട് പോകുമ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത കൊച്ചുറുമ്പുകളടക്കമുള്ള വേണ്ട ഏകകോശ ജീവിയായ അമീബയടക്കമുള്ള ലോകത്തുള്ള കോടാനുകോടി ജീവജാലങ്ങളിൽ ആ ജീവജാലങ്ങളെ മുഴുവനും അല്ലാഹു ഇണകളായിട്ടാണ് സൃഷ്ടിച്ചതെന്ന് പറയുന്നത് ഞാനല്ല, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നത് കേൾക്കുക. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാദ കുല്ലഹാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാദ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. അല്ലാഹു പറയുകയാണ്, സുബ്ഹാനല്ലദീ, അല്ലാഹു എത്രയോ പരിശുദ്ധനാണ്, അവൻ എത്രയോ മഹോന്നതനാണ്, അവന്റെ സ്തുതികീർത്തനങ്ങൾ എത്രയോ വാഴ്ത്തപ്പെടേണ്ടതാണ്. അല്ലാഹു എത്ര മഹോന്നതനാണെന്നറിയുമോ? എന്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ മഹത്വത്തെ നാം പ്രഘോഷണം ചെയ്യുക? അല്ലാഹു ആരെന്നറിയുമോ? അല്ലദീ ഖലഖൽ അസ്വാദ കുല്ലഹാ. ഈ ഭൂലോകത്തുള്ള സർവ്വ വസ്തുക്കളെയും അവൻ ഇണകളായിട്ടാണ് സൃഷ്ടിച്ചത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഖലഖൽ അസ്വാദ കുല്ലഹാ. എല്ലാത്തിനെയും ഇണകളായി സൃഷ്ടിച്ച അല്ലാഹു എത്രയോ പരിശുദ്ധനാണ്. എല്ലാത്തിനെയും എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? അല്ലാഹു പറയുന്ന മിമ്മാ തുംബിതുൽ അർളു, ഈ ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സസ്യലതാദികളെ, ഈ സസ്യങ്ങൾ പോലും ഇണകളായിട്ടാണ് അല്ലാഹു സൃഷ്ടിച്ചത്. ഒരാണും ഒരു പെണ്ണുമായിട്ടാണ് അല്ലാഹു സൃഷ്ടിച്ചത്. ഈ സസ്യങ്ങളെ മാത്രമല്ല, അല്ലാഹു പറയുന്ന മനുഷ്യ നിന്നെ തന്നെയും വമിൻ അൻഫുസിഹിം, ഓ മനുഷ്യ നിന്നെ തന്നെയും ആണും പെണ്ണുമായി ഇണകളായി സൃഷ്ടിച്ച അല്ലാഹു എത്രയോ പരിശുദ്ധനാണ്. തീർന്നില്ല, അല്ലാഹു പറയുന്നു, നീ കാണുന്ന സസ്യങ്ങൾ മാത്രമല്ല, ഈ ഭൂലോകത്ത് ജീവിക്കുന്ന മനുഷ്യ നീ മാത്രമല്ല, വമിമ്മാ ലാ യഅലമൂൻ, ഇതേവരെ നീ അറിയാത്ത, ഇതേവരെ നിന്റെ കണ്ണുകളിൽ നിന്ന് പതിച്ചിട്ടില്ലാത്ത എത്രയോ ജീവജാലങ്ങൾ ഈ ഭൂലോകത്തുണ്ട്. അല്ലാഹു പറയുന്നു, സസ്യവും മനുഷ്യ നീ മാത്രമല്ല ഭൂലോകത്ത്, നീ അറിയാത്ത, നീ കാണാത്ത, നിന്റെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത, നിന്റെ ദിട്ടുകൾക്ക് ഗോചരമല്ലാത്ത എത്രയോ സസ്യലതാദികൾ, എത്രയോ സസ്യലതാദികൾ. സഹോദരങ്ങളെ, ബ്രസീലിലെ ആമസോൺ കാടുകളിൽ എത്രയോ സസ്യലതാദികൾ, സത്യമംഗലം വനത്തിൽ എത്രയോ സസ്യലതാദികൾ, പാമീർ മലനിരകൾക്കപ്പുറം എത്രയോ സസ്യലതാദികൾ. അല്ലാഹു പറയുന്നു, നീ കാണാത്ത എത്രയോ ജന്തുക്കളും ജീവികളും പസഫിക്കിന്റെ, അറ്റ്ലാന്റിക്കിന്റെ, ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ അടിത്തട്ടിലൂട്ട് ഊളിയിട്ട് പോകുന്നത് മത്സ്യം മാത്രമല്ല, നീ കാണാത്ത എത്രയോ കടൽ ജീവികൾ. ഈ അടുത്ത സമയത്ത് അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിന്റെ തീരത്ത് തിരമാലകൾ ഇറങ്ങിപ്പോകുമ്പോൾ ഒരു ജീവി വന്നടിച്ചുവത്രേ. അതിന്റെ മുഖം കുതിരയുടെ മുഖമാണ്, അതിന്റെ ഉടലാണെങ്കിലോ പന്നിയുടെ ഉടലാണ്. ഇതേവരെ ശാസ്ത്രം അങ്ങനെ ഒരു ജീവിയെ കണ്ടിട്ടില്ല. അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിന്റെ തീരത്തടിഞ്ഞ ഒരു ജീവിയുടെ കഥയാണിത്. അല്ലാഹു പറയുന്നു, കുതിരയുടെ ഉടലുള്ളതാകട്ടെ, കുതിരയുടെ ശിരസ്സുള്ളതാകട്ടെ, പന്നിയുടെ ഉടലുള്ളതാകട്ടെ, വമിമ്മാ ലാ യഅലമൂൻ, നീ അറിയാത്ത എത്രയോ ജീവജാലങ്ങൾ. മഴക്കാലമാകുമ്പോ നമ്മുടെ വീട്ടിൽ വരുന്ന ചെറിയ കൊച്ചു പുൽച്ചാടികളെ കാണുമ്പോ എത്രയോ വൈവിധ്യങ്ങളാണതിന്. നാം ഇതേവരെ കണ്ടിട്ടില്ലാത്ത പുൽച്ചെടികളെ ഇലകളുടെ അടിയിൽ പറ്റിപ്പിടിച്ചത് കാണുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ ലോകത്തിലെ കുടുംബത്തിന്റെ ഏറ്റവും വലിയ ആവാസ വ്യവസ്ഥയുടെ അടിത്തറ പറയുകയാണ്, എല്ലാത്തിനെയും ഞാൻ സൃഷ്ടിച്ചത് വമിൻ കുല്ലി ഷൈഇൻ ഖലഖനാ സൗജൈൻ, എല്ലാത്തിനെയും ഞാൻ സൃഷ്ടിച്ചത് ഇണകളായിട്ടാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ.
അള്ളാഹുവിന്റെ ഖുർആൻ പറയാ ലോകത്തുള്ള സർവ്വതും, നമ്മൾ കാണുന്നതാകട്ടെ കാണാത്തതാകട്ടെ ഏതാണെങ്കിലും എല്ലാം ഇണകളായിട്ടാണ്. ആണുമുണ്ട് പെണ്ണുമുണ്ട്. അത് രണ്ടും ഒന്നിച്ച് നിൽക്കാത്തിടത്തോളം കാലം ഈ ഭൂമിയുടെ സന്തുലിതാവസ്ഥ തന്നെ തകിടം മറിഞ്ഞു പോകുമെന്ന് വിശുദ്ധ ഖുർആൻ. നന്നായിട്ട്